ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് തുടരുന്നു. 70 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. കേന്ദ്രഭരണ പ്രദേശത്ത് 1,56,00,000 വോട്ടർമാരാണ് ഇന്ന് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് വോട്ടെടുപ്പ്. അതേസമയം 5 ലക്ഷം രൂപയുമായി ഡൽഹി മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസ് ജീവനക്കാർ പിടിയിലായി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, രാവിലെ ഗൗതവുമായി സംസാരിക്കുമ്പോൾ അവിടെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ അധികം പേരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അധികം പേരെന്നല്ല, വിരലിൽ എണ്ണാവുന്നവർ മാത്രം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്? കൃഷ്ണാജി, ഇപ്പോൾ കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു VVIP ബൂത്താണ്. നിർമ്മാൺ ഭവനാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇവിടെ ധാരാളം വോട്ടർമാർ ഒപ്പം എത്തുന്നു. അതോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ബൂത്തിലേക്ക് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഒപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. ഒപ്പം ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പർവേഷ് സാഹിബ് സിംഗ് വർമ്മ, ഇദ്ദേഹമാണ് അരവിന്ദ് കെജ്രിവാളുമായി ഇവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നമുക്കറിയാം, പർവേഷ് വർമ്മ മുൻപ് MP ആയിരുന്നു. ഒപ്പം സാഹിബ് സിംഗ് വർമ്മ എന്ന BJPയുടെ ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. അങ്ങനെ വലിയ പ്രൊഫൈൽ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ BJPയുടെ ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട മുഖത്തെ തന്നെയാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനായി രംഗത്തിറക്കിയിട്ടുള്ളത്. അദ്ദേഹവും ഈ പിന്നിൽ കാണുന്ന പോളിംഗ് ബൂത്തിലാണ് അല്പസമയത്തിനകം എത്തി വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനം ഈ ബൂത്തിനകത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് എത്തും. കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും പല പ്രമുഖ നേതാക്കൾക്കും ഡൽഹിയിൽ തന്നെയാണ് വോട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുലും പ്രിയങ്കയും സോണിയയും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഡൽഹിയിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. അരവിന്ദ് കെജ്രിവാൾ ഉച്ചയ്ക്ക് രാവിലെ 11 മണിയോടുകൂടി വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തും. ഒപ്പം ഡൽഹി മുഖ്യമന്ത്രി അതിഷി, അതുപോലെ തന്നെ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിൽ നിന്നുള്ളവരാണ്. അവർക്കെല്ലാം ഇവിടെ വോട്ടുണ്ട്. എന്നാൽ BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത് ഗുജറാത്തിലാണ്. അവരുടെ വോട്ട് ഗുജറാത്തിലാണ്. അതിനാൽ ഇന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി തുടങ്ങിയ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നില്ല എന്ന വസ്തുത കൂടിയുണ്ട്. ഏതായാലും ഡൽഹിയിലെ എല്ലാ മണ്ഡലങ്ങളിലും 8 മണിയോടുകൂടി തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ആയി തുടങ്ങുന്നു എന്നാണ് നമുക്ക് മറ്റ് ബൂത്തുകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കൃഷ്ണരാജ്, ഗൗതം, ഈ ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ 2 ജീവനക്കാരെ, ഓഫീസിലെ 2 ജീവനക്കാരെ 5 ലക്ഷം രൂപയുമായി പിടികൂടിയിരുന്നുവല്ലോ. അപ്പോൾ വ്യക്തമായ രേഖകൾ ഇല്ലാത്ത കാരണത്താലാകാമല്ലോ പോലീസ് പിടികൂടിയത്, അല്ലേ? കൃഷ്ണാജി, തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പണം വിതരണം ചെയ്യുന്നു എന്ന ആരോപണം BJP ആം ആദ്മിക്കെതിരെ ഉയർത്തുന്നുണ്ട്. ഡൽഹിയിലെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി തന്നെ പണം വിതരണം ചെയ്തുകൊണ്ട് അധികാരം തിരിച്ചുപിടിക്കാൻ, തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗപ്പെടുത്തി ഒരു പണാധിപത്യ മാർഗത്തിലൂടെ അധികാരം നിലനിർത്തുവാനുള്ള ശ്രമം ആം ആദ്മി പാർട്ടി നടത്തുന്നു എന്നതാണ് BJPയുടെ ആരോപണം. ഡൽഹി മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥർ തന്നെ ഈ പണം വിതരണം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്നു എന്നത് കഴിഞ്ഞ ദിവസം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാത്രിയാണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ഡൽഹി പോലീസ് ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കൽക്കാജി മണ്ഡലത്തിൽ പ്രചരണത്തിനിടയിൽ MCC നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഡൽഹി പോലീസിന്റെ 2 കോൺസ്റ്റബിൾമാരെ മുഖ്യമന്ത്രിയുടെ അനുയായികൾ, ആം ആദ്മി പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ AAP സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഡൽഹി ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഡൽഹി മദ്യനയ അഴിമതിയും അതോടൊപ്പം തന്നെ ജലബോർഡ് അഴിമതിയും ഉൾപ്പെടെ വിവിധ അഴിമതി കേസുകൾ ഇതിനകം തന്നെ കഴിഞ്ഞ 11 വർഷമായി കെജ്രിവാൾ സർക്കാരിനെ വേട്ടയാടുന്നുണ്ട്. അതുകൂടാതെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ പ്രചരണ ഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, യമുന നദിയിൽ വിഷം കലർത്തിയെന്ന പ്രസ്താവന, അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ തന്നെ കോളനികളിലും മറ്റും പണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായ BJP ഡൽഹിയിൽ ഉയർത്തി കാണിക്കുകയാണ്. 11 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്നതിനെ കൃത്യമായി
ഉപയോഗപ്പെടുത്തി ഈ മദ്യനയ അഴിമതിയും യമുന നദിയുടെ ശോചനീയാവസ്ഥയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി BJP ഡൽഹിയിൽ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലം BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി ക്യാമ്പുകൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും 8-ാം തീയതി വരെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനായി കാത്തിരിക്കണം. ശക്തമായ പ്രചരണം 70 മണ്ഡലങ്ങളിലും BJPയും ആം ആദ്മി പാർട്ടിയും നടത്തിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. കോൺഗ്രസ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നുവെങ്കിൽ പോലും മത്സരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. 2015-ലും 2020-ലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ ഡൽഹിയിൽ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. നമുക്കറിയാം 2000 മുതൽ ഏതാണ്ട് 15 വർഷക്കാലം ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിലിരുന്നുവെങ്കിൽ പോലും പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കോൺഗ്രസ് ഡൽഹിയിൽ ക്ഷയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിലും പ്രചരണ രംഗത്തും അതല്ലെങ്കിൽ മത്സര രംഗത്തും കോൺഗ്രസിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. 70 മണ്ഡലങ്ങളിലും മത്സരം BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ്. ശരി, എന്തായാലും ഒരു മാസത്തോളം നീണ്ട ശക്തമായ പ്രചരണത്തിനൊടുവിലാണ് ഡൽഹിയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ ജനങ്ങളൊക്കെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തി തുടങ്ങിയെന്നാണ് നമുക്കറിയാം. കാരണം നമ്മൾ പറഞ്ഞപ്പോൾ ഈ കനത്ത മഞ്ഞ് അത് കാരണം അവിടേക്ക് എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ ഒരു തിരക്ക് കാണാം. ഇപ്പോൾ ഗൗതം നിൽക്കുന്നത് തന്നെ ഒരു VIP പോളിംഗ് ബൂത്തിലേക്കാണ്.